ചേട്ടാ ചായ കിട്ടിയില്ല. അവനിപ്പോ കോട്ടയത്തല്ലേ ജോലിയാണോ? ജോർജ് നമ്മുടെ ശങ്കരേട്ടനല്ലേ അവരുന്ന്? കുമാര ഒരു ചായ. അല്ല, മകനെ കൊണ്ട് പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? ഇതെങ്കിലും നടക്കൂ? നടക്കും. കൈയും കാലും ഒടിഞ്ഞേ അവനിപ്പോ വീട്ടിലാ. എന്താ, അവൻ സ്കൂട്ടറിൽ നിന്ന് വീണോ? സ്കൂട്ടറിൽ നിന്ന് വീണതല്ല, പിന്നെ കാണാൻ പോയ പെണ്ണിന്റെ ആങ്ങളെ തല്ലി പിടിച്ചതാ. തല്ലി പിടിക്കൂ? അതേടോ, ആ ഫാമിലി ഒരു ഗുസ്തി ഫാമിലിയാ. കെട്ടാൻ വരുന്ന പയ്യന് ഗുസ്തി അറിഞ്ഞിരിക്കണം. കാലം പോണൊരു പോക്കേ അല്ലേ? എന്തു പറയാ. ഇപ്പൊ അവന് വേണ്ടി മരുന്ന് വാങ്ങാൻ പോയ വഴിയാ. എന്നാ പിന്നെ ചായ എടുക്കട്ടെ? വേണ്ട, പോയിട്ട് എനിക്കപ്പോ ധൃതിയുണ്ട്. അത് കൊള്ളാം. എന്തെന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ? വീട്ടിലില്ലേ, എന്റെ വിവാഹാലോചന നടന്നോണ്ടിരിക്കുക. അത്രയല്ല, ഞാനങ്ങ് മേടിച്ചു പോയി. അല്ല, നിന്റെ അച്ഛനും ആങ്ങളയ്ക്ക് ഗുസ്തിക്കാര് തന്നെ വേണ്ടേ? നിസ്സാരായി തള്ളണ്ട. ഗുസ്തി അറിയാവുന്ന ആരെങ്കിലും വന്നാല് അവരോട് അങ്ങ് ഇറക്കി വിടും എന്നെ. അതൊരു പ്രശ്നമാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? എടി, നമുക്ക് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചാലോ? നല്ല കാര്യായി. നമ്മൾ എവിടെയുണ്ടെങ്കിലും അവര് തപ്പിപ്പിടിച്ച് തന്നെ അവര് തല്ലിക്കൊല്ലും. ഞാൻ എത്ര നാളായി പറയുന്നു എവിടെയെങ്കിലും പോയി ഒന്ന് ഗുസ്തി പഠിക്കാൻ. ഗുസ്തി അത് ഞാൻ ഈ ശരീരം വെച്ച്. അപ്പൊ എന്റെ മരണം കാണാൻ നിനക്ക് ധൃതിയായല്ലേ? വല്ല കാരാട്ടയായിരുന്നെങ്കിൽ ഞാനൊരു കൈ നോക്കായിരുന്നു. തമാശ വേണ്ട. എന്തേലും ഉടനെ ചെയ്തില്ലെങ്കിലേ എന്നെ ഇങ്ങക്ക് കിട്ടില്ല. അയ്യോ, നീ ഇപ്പൊ ചെല്ല്. എന്തെങ്കിലും വഴിയുണ്ടെന്ന് ഞാനെന്നാലേ. മകൻ ഏതുവരെ പഠിച്ചു? അവൻ ബിടെക്കാ. അവനിപ്പോൾ ഒരു IT കമ്പനി വർക്ക് ചെയ്തിരിക്കുക. ഞങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഞങ്ങൾ ഗുസ്തി ഫാമിലിയാ. പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഗുസ്തിക്കാരാ. ഞങ്ങളുടെ പെണ്ണിനെ കെട്ടണമെന്നുണ്ടെങ്കിൽ പയ്യൻ ഗുസ്തി അറിഞ്ഞിരിക്കണം. അയ്യോ, ഇതൊന്നും ബ്രോക്കർ പറഞ്ഞില്ലല്ലോ. എന്നാ അയാൾ നിങ്ങളെ പറ്റിച്ചതാ? എന്നിട്ട് അയാളൊന്നും പറഞ്ഞില്ലേ? ഇല്ല, അയാൾക്ക് അത്യാവശ്യമായിട്ട് എവിടെ പോകണമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. എൻ്റെ മോളെ കെട്ടുന്നവന് ഗുസ്തി അറിഞ്ഞിരിക്കണം. അറിഞ്ഞാൽ മാത്രം പോരാ, എൻ്റെ മകൻ ദാസനുമായി പിടിക്കുകയും വേണം. അല്ല, ഈ കെട്ടിക്കാൻ പോകുന്ന പെണ്ണിനും ഗുസ്തി അറിയാമോ? ഇല്ല, ഞങ്ങളവളെ മോഹിനിയാട്ടവും ഭരതനാട്യവും പഠിപ്പിച്ചിരിക്കുന്നത്. ഭാഗ്യം. എന്നാ ഞങ്ങൾ പൊക്കോട്ടെ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. വരനെ ആവശ്യമുണ്ട്. സുന്ദരിയും സുശീലയും സൗന്ദര്യമുള്ള യുവതിക്ക് വരനെ ആവശ്യമുണ്ട്. ഗുസ്തി അറിയാവുന്നവന് മുൻഗണന. ജാതി, ജോലി, ഡിഗ്രി പ്രശ്നമല്ല. ഇതെന്തോ പരസ്യമായിട്ട് നിന്റെ വീട്ടുകാർ കൊടുത്തിരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യാനാ? അതൊക്കെ അച്ഛന്റെ ആങ്ങളമാരുടെ ഇഷ്ടത്തിന് കൊടുക്കുന്നതല്ലേ. എടി, നിന്റെ വീട്ടുകാർക്ക് എന്തായാലും ഭ്രാന്താണ്. ഒരു ഗുസ്തി ഫാമിലി. എടി, ഞാനൊരു കാര്യം പറയാം. ഒരു ഗുസ്തിക്കാരനുണ്ടായിരുന്നു, ദാരാ സിംഗ്. കേട്ടിട്ടുണ്ടാ? എവിടെയോ. അയാളെ മരിച്ചുപോയി. അയാളുടെ കൊച്ചുമക്കൾ ആരെങ്കിലും ഉണ്ടെ കൊണ്ടുവരാൻ പറ നിന്റെ ഏട്ടന്മാരോട്. അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടുണ്ടല്ലോ. വരട്ടെ. അയ്യോ, അച്ഛൻ. എന്താ മോളെ, ഇന്ന് കോളേജില്ലായിരുന്നോ? ഇല്ല അച്ഛാ, ഇന്ന് അവധിയാ. ഇന്ന് അവധിയല്ലേ? സത്യത്തിൽ ചേട്ടന്റെ ഇടുപ്പിന് വല്ല കുഴപ്പമുണ്ടോ അച്ഛാ? എന്ത് കുഴപ്പം? അല്ല, ഗുസ്തി പിടിച്ചപ്പോ അവിടെ തൊട്ടപ്പോ ചേട്ടൻ താഴെ വീണു, ഇക്കിളെടുക്കുകയും ചെയ്തു. ശരിയാ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നീ ആരോടും പറയരുത്. ഇല്ല, ഞാൻ ആരോടും പറയില്ല. എന്നാ വാ. പറമ്പത്തെ. ചന്ദ്രേടാ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ മനസ്സിലായല്ലോ. എന്നാ എത്രയും പെട്ടെന്ന് അച്ഛനെയും കൂട്ടി എന്നെ പെണ്ണ് കാണാൻ വന്നോ. അപ്പൊ പറഞ്ഞ പോലെ. അത് ഞാൻ അവിടെ എത്തിക്കോളാം. ഓക്കേ ഓക്കെ മുത്തേ. ശരി.
കയ്യിന്ന് പോയച്ചാ. ചന്ദ്രൻ വിജയിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് സന്തോഷമായി. നിങ്ങൾക്കോ?